നമസ്കാരം. ഭരണനേട്ടം എണ്ണിപ്പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ലെന്നും കെ ഫോണിൽ നടന്നത് കോടികളുടെ അഴിമതിയാണെന്നുമുള്ള ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുകയാണ്. കെ ഫോൺ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. കമ്പനി കരാർ ഉപേക്ഷിച്ചു. 50% ടെൻഡർ തുക വർദ്ധിപ്പിച്ചു. കമ്പനികൾക്ക് കോടികൾ കൊള്ളയടിക്കാൻ അവസരം നൽകി. അടുത്ത മാസം മുതൽ 100 കോടി കിഫ്ബിക്ക് നൽകണം. സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഖജനാവ് കൊള്ളയടിക്കാൻ അവസരം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കെ ഫോൺ പദ്ധതിയിൽ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നതെന്നും ആരോപിച്ച വി.ഡി. സതീശൻ കെ ഫോൺ കൊള്ളയിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടു. അഴിമതി ഗൗരവത്തോടെ അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി സംസാരിക്കുന്നത് ബി.ജെ.പിയെ സഹായിക്കാനാണ്. കരുവന്നൂർ കൊള്ള പുറത്തു വന്നാൽ പ്രധാന CPM നേതാക്കൾ അകത്താകും. മുഖ്യമന്ത്രി ദേശാഭിമാനിയും കൈരളിയും മാത്രമാണ് നോക്കുന്നത്. എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും നോക്കണം. ബി.ജെ.പിയുമായി CPMന് അന്തർധാരയ്ക്കപ്പുറമാണ് ബന്ധം. ബി.ജെ.പി-CPM ബിസിനസ് പാർട്ണർഷിപ്പ് നിലനിൽക്കുന്നുണ്ട്. RSS-CPM ബന്ധത്തിന്റെ ഇടനിലക്കാരൻ ശ്രീ.എം. ആണെന്നും സതീശൻ ആരോപിച്ചു. മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയത് എന്ത് ചർച്ചയാണെന്ന് ചോദിച്ച സതീശൻ നന്ദകുമാറിന്റെ ആരോപണങ്ങൾ ഏറ്റുപിടിക്കാനില്ലെന്നും വ്യക്തമാക്കി.